ഇവിടെ നമ്മൾ മാത്സ് ചാപ്റ്റർ 5 ട്രിഗ്നോമെട്രിയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ആംഗിളും സൈഡ്സിൻ്റെ റേഷ്യോസൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ SSLC മോഡൽ എക്സാം 2021 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ക്വസ്റ്റ്യൻ നോക്കി, ഇൻ ദ ഫിഗർ ABCD ഈസ് എ പാരലലോഗ്രാം. ഇവിടെ ഒരു ഫിഗറിൽ നമുക്ക് പാരലലോഗ്രാം തന്നിട്ടുണ്ട്. കുറച്ച് മെഷർമെൻറ്റും ഇതിൽ തന്നിട്ടുണ്ട്. ആംഗിൾ A എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്നും AB 12 സെൻറ്റിമീറ്റർ AD 6 സെൻറ്റിമീറ്റർ. നമ്മളോട് കണ്ടുപിടിക്കാൻ രണ്ട് സബ് ക്വസ്റ്റ്യൻ അതിൽ വന്നേക്കുന്നത്. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് DE, അതായത് ഈ ലെങ്ത് DE എന്ന് പറഞ്ഞ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം, പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ DEയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? സൈഡ്സും ആംഗിൾസും അഥവാ റേഷ്യോ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ തന്നെയാണ് ഇവിടെ DEയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഏതൊക്കെ ആംഗിൾ വന്നിട്ടുണ്ട്? 30 വന്നിട്ടുണ്ട്, 90 വന്നിട്ടുണ്ട്. അപ്പോൾ 30യും 90യും വന്നേക്കണ ഒരു ആംഗിൾ ആണെങ്കിൽ, അതായത് ആംഗിൾ A 30 ആണ്, ആംഗിൾ E 90 ഡിഗ്രിയാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? സം ഓഫ് ദ ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. രണ്ട് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ആംഗിളിനെ പ്ലസ് ചെയ്യാം, എന്നിട്ട് 120 അങ്ങോട്ട് മൈനസ് ചെയ്താൽ തേർഡ് ആംഗിൾ കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ 30, 60, 90 കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് DEയുടെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 90 ഡിഗ്രി വരുന്ന സൈഡ് ഏതാ നോക്കാം. ഇതാണ് E എന്ന് പറയുന്നത്, AED ഇങ്ങനെ 90 ഡിഗ്രി വരുന്നത്. ഈ AEDയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് AD എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോ വരുന്നത് ഏതാണ്? ഇതിലെ റേഷ്യോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 1/√3:2. ഇതാണ് ഇതിൻ്റെ റേഷ്യോ. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ 90 ഡിഗ്രി വരുന്നത് AD ആണ് 2. ഇനി നമ്മളോട് DE കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ DEയുടെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രി വരുന്നതാണ് DE എന്ന് പറയുന്നത്. അങ്ങനെയാണത് കണ്ടുപിടിക്കുക. അപ്പോൾ AD എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ DE കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് DE കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുക? അതായത് ഇതിൻ്റെ ഒരു ഭാഗം, രണ്ടിലെ ഒരു ഭാഗമാണ് DE എന്ന് പറയുന്നത്. അപ്പോൾ 6/2 = 3 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം. പാരലലോഗ്രാമിൻ്റെ ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഏരിയ = ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ ബേസ് എന്ന് പറയുന്നത് AB ആണ്. AB ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് DE. അപ്പോൾ AB നമുക്ക് തന്നിട്ടുണ്ട് 12 ഇൻറ്റു DE എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തന്നെ കണ്ടുപിടിച്ചു, ഏതാണ്? 3 എന്ന് പറയും. = 36 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇവിടെ സ്ക്വയർ മീറ്റർ അല്ല, ഇതൊക്കെ സെൻറ്റിമീറ്ററിൽ തന്നതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ 2020 SSLC മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആംഗിൾ P എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്നും ആംഗിൾ R എന്ന് പറയുന്നത് 105 ഡിഗ്രി ആണെന്നും PRൻ്റെ ലെങ്ത്ത് 5√2 നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ 3 സബ് ക്വസ്റ്റ്യനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടെക്സ് R to PQ. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് Rൽ നിന്ന് PQ വരെ എത്തുന്ന ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ അളവ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഈ ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വരും. അതായത് PQR എന്ന് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി അതേപോലെ തന്നെ ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 5√2, ഇവിടെ നിന്ന് Rൽ നിന്ന് PQയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ മൊത്തം R എന്ന് പറയുന്നത് 105 ഡിഗ്രി നമുക്കറിയാം. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മളൊരു പേര് കൊടുക്കണം. അതിൻ്റെ പരീക്ഷയ്ക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് RS എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ SPSR എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അത് രണ്ടാമത്തെ പോയിൻ്റാണ്. നമ്മൾ ആദ്യം ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു, അതിൽ ഇവിടെ നമ്മൾ പേര് കൊടുത്തു. PSR എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം 105 നമ്മൾ എങ്ങനെ ഇവിടെ ഡിവൈഡ് ചെയ്യും? ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആംഗിൾ അവിടെ കിട്ടി. 45ഉം കിട്ടി, 90ഉം കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 135 എന്ന് കിട്ടി.
ഈ 180ന്ന് 135 അങ്ങോട്ട് കുറച്ചാൽ എത്ര കിട്ടും? 45 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയല്ലോ, അതിൽ സംശയമൊന്നുമില്ല. രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് 180, അത് രണ്ടും കൂടി കൂട്ടി 180ന്ന് കുറച്ച് കഴിഞ്ഞാൽ തേർഡ് ആംഗിൾ കിട്ടും. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി കിട്ടി കഴിഞ്ഞാൽ ഇവിടെ 105, മൊത്തം 105 ആണ്. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി കിട്ടിയാൽ ഈ SRQ ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് മൊത്തം എന്ന് പറയുന്നത് ആംഗിൾ R എന്ന് പറയുന്നത് 105 ആണ്. അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് കിട്ടി. അപ്പോൾ 105ന്ന് 45 അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 60 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ എ എന്ന് പറഞ്ഞ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് RS. RSൻ്റെ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിവിടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. PSR, ട്രയാങ്കിൾ PSR എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ PSR അഥവാ PRS എന്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതിലെ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി, 90 ഡിഗ്രി. ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇതിൻ്റെ റേഷ്യോ 1:1:√2. ഇതും പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മളോട് RSൻ്റെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ മെഷർമെൻറ്റ് എഴുതി. ഇനി നമ്മൾ ഈ 90 ഡിഗ്രി വരുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് PR ആണ്. അത് ആദ്യം തന്നെ എഴുതി വെച്ചു. അപ്പോൾ PRൻ്റെ അളവ് നമുക്ക് എത്രയാണ്? ഇവിടെ 5√2 ആണ് PRൻ്റെ അളവ് വന്നേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഒന്നായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഒരു ആംഗിൾ എന്ന് പറയുന്നത് RSഉം ഒരു ആംഗിൾ എന്ന് പറയുന്നത് PSഉം ആണ്. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കിട്ടും. അപ്പോൾ PR 5√2 ആണെങ്കിൽ 45 നമ്മൾ 1/√2 ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രിയുള്ള ആംഗിൾ ആണെങ്കിൽ ഇതിനെ ബേസ് അല്ലെങ്കിൽ ഹോൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? √2 ചെയ്താൽ മതി. അതായത് RS കണ്ടുപിടിക്കാൻ 5√2/√2. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 5 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇവിടെ 90 ഡിഗ്രിയുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് √2 ചെയ്യുക. ബാക്കി വരുന്നതൊക്കെ √2 ആണ് ചെയ്യുക. അപ്പോൾ RS എന്ന് പറയുന്നത് 5√2/√2 5 സെൻറ്റിമീറ്റർ. ഈ RS എന്ന് പറയുന്നത് തന്നെയാണ് PS എന്ന് പറയുന്നതും. അപ്പോൾ PS RS 5 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PQ? PQൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഫുൾ ട്രയാങ്കിൾ എടുത്താൽ മാത്രമേ നമുക്ക് PQൻ്റെ ലെങ്ത് കിട്ടുള്ളൂ. അതായത് PQ എന്ന് പറയുന്നത് PS + SQ നമുക്ക് എഴുതിക്കൂടെ? PS + SQ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ PRS എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും നമുക്ക് കിട്ടി. ഇനി SQ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം കാണണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം? QRS. എങ്ങനെ വേണമെങ്കിൽ പറയാം, SRQ എന്നോ അല്ലെങ്കിൽ RSQ എന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ട്രയാങ്കിളിന് പേരിടാം. അപ്പം നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ QRS. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് മുമ്പത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ആംഗിൾ, ഇവിടെ നോക്കി, ഇവിടുത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതായത് ഇവിടെ നമുക്ക് 60 ഡിഗ്രിയാണ് കിട്ടി, ഇവിടെ 90 ഡിഗ്രി. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അടുത്ത ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് രണ്ട് ആംഗിൾ കിട്ടി കഴിഞ്ഞാൽ അത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. 150 കിട്ടും. 180ന്ന് 150 കിട്ടി കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 30 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 3 ആംഗിളും നമുക്ക് ഇവിടെ കിട്ടി. ഈ 3 ആംഗിളും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആംഗിൾ കിട്ടിയേക്കുന്നത്? 30, 60, 90. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആദ്യം തന്നെ എടുത്ത് എഴുതാം. 1:√3:2. ഇതിന് ആദ്യം ചെയ്യേണ്ട പണി 3 ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ റേഷ്യോ എടുത്ത് എഴുതാം. അതുപോലെ തന്നെ 90 വരുന്ന ആംഗിൾ, 90 വരുന്ന സൈഡ് എന്ന് നോക്കുക. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായ RQ അതിവിടെ തന്നെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ 60 വരുന്നത് ഏതാണ്? SQ. ഇതിന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു സംഭവം. ഇനി 30 ഡിഗ്രി വരുന്നത് RS. അപ്പോൾ നമുക്ക് RS നമ്മൾ നേരത്തെ എത്രയെന്ന് കിട്ടി? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. RS നമുക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയെങ്കിൽ ഈ RSൻ്റെ √3 ഭാഗമാണ് SQ വരിക. അപ്പോൾ ഇവിടെ 5√3 ആണ്. അത് കിട്ടി, SQ കിട്ടി. ഇനി RQ എന്താണ്? ഈ 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ ഈ 30 ഡിഗ്രിയുടെ 2% വരും 90 ഡിഗ്രിയുള്ള ആംഗിൾ. അപ്പോൾ 5 × 2 10 എന്ന് ഇവിടെ ആൻസർ കിട്ടും. അതായത് 5 × 2, 5നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? SQ എന്ന് പറഞ്ഞത് 5√3 ആണെന്ന് കിട്ടി. PQ എങ്ങനെ കണ്ടുപിടിക്കും? PQ എന്ന് പറഞ്ഞത്
പി എസ് പ്ലസ് എസ് ക്യു ആണ്. പി എസ് നേരത്തെ നമുക്ക് 5 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എസ് ക്യു എന്ന് പറയുന്നത് എന്താണ്? 5√3. ഇത് നേരിട്ട് പ്ലസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 5നെ പുറത്തേക്ക് എടുക്കുക. 1 + √3 എന്ന് ആൻസർ കിട്ടും. ഈ 5നെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ഇവിടെ വരുന്നത് 1 + 1√3 എന്ന് ആൻസർ കിട്ടും. 5 × 1 + √3 സെൻറ്റിമീറ്റർ അവിടെ എഴുതണം. ഇതിന് സി ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ റേഷ്യോ ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 2:3:7. ഈ മൊത്തം ട്രയാങ്കിൾ, അതായത് PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഏത് റേഷ്യോയിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 2:3:7. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ റേഷ്യോ ഓഫ് ഇറ്റ് സൈഡ്സിൻ്റെ റേഷ്യോ എഴുതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇത്തരം മോഡൽ ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ റേഷ്യോ ഓഫ് ആംഗിൾസ് അഥവാ റേഷ്യോ ഓഫ് ഇറ്റ് സൈഡ്സ്, രണ്ട് കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ഇതൊക്കെ ഒരേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ആദ്യം തന്നെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് PQR, അതായത് മൊത്തം ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മൊത്തം ട്രയാങ്കിളിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് വരുന്നതെന്നാണ് ആദ്യം പറയുന്നത്. ആ ആംഗിൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന റേഷ്യോന് 2:3:7. PQR 3 ആംഗിൾ കണ്ടുപിടിക്കണം. ഒന്ന് 30 ഉണ്ട്, 45 ഉണ്ട്, അതേപോലെ തന്നെ 105 ഉണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറുതൊട്ട് വലുത് വരെ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ എഴുതാറ്. അപ്പോൾ 30 ഉണ്ട് ഒരു ആംഗിൾ. Q എന്ന് പറയുന്നത് 30 ആണ്. P എന്ന് പറയുന്നത് 45 ആണ്. R എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളത് മൊത്തം ട്രയാങ്കിൾ ആകുമ്പോൾ 45ഉം 60ഉം കൂടി കൂട്ടിയത് എത്രയാണ്? 105 ഡിഗ്രി. ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് 2:3:7. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് റേഷ്യോ ഓഫ് ഇറ്റ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ 30 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആംഗിൾ എടുത്തു. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? PR. അതവിടെ എഴുതി. ഇനി 45 എടുത്തു. 45ൻ്റെ നേരെ ഓപ്പോസിറ്റ് QR അഥവാ RQ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി 105 ആണെങ്കിലോ PQ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അളവുകൾ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. PR എത്രയാണ്? അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, 5√2 എന്ന്. അതുപോലെ തന്നെ QR നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 10. അതേപോലെ തന്നെ PQ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണ്? 5 × 1 + √3. അതായത് PQ എന്ന് പറയുന്നത് PS + SQ എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5√2 10 5 × 1 + √3. ഇതിനൊന്നുകൂടി ചെറുതാക്കി നോക്കി. നമുക്ക് 5 ഇതാണ് റേഷ്യോ വരുന്നത്. ഇതിനൊന്നുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ 5നെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ √2 ഉണ്ട്. അതുപോലെ തന്നെ 2 × 5 10. വീണ്ടും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 5 ഇല്ല, ബാക്കി 1 + √3. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്? 5 × √2 2:1 + √3. ഇതാണ് അതിൻ്റെ റേഷ്യോ. ഈ ക്വസ്റ്റ്യൻ 2020 SLC എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ട്രയാങ്കിൾ ABC, ആംഗിൾ A = ആംഗിൾ B = 30 ഡിഗ്രി. AC എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ ഏതൊരു ട്രയാങ്കിളിലും 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് BC, അതുപോലെ തന്നെ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് AC. അപ്പോൾ 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ആംഗിൾ A എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC. അപ്പോൾ ഇതും അതേപോലെ തന്നെ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് AC. ഇതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? BCയുടെ ലെങ്ത് ഏതാണ്? 4 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെ BCയുടെ ലെങ്ത് വരുന്നത്. ഇതിനൊന്നും സമയം കളയരുത്. ഇത് ഏത് ആംഗിളാണോ സെയിം ആയിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആണ് ഓർത്തിരിക്കുക. അല്ലെ B ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ Cന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ABയിലേക്ക് വരയ്ക്കണം. അതിന് ഫസ്റ്റ് പോയിന്റ്. അപ്പം നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ABC, ഈ Cന്ന് ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. CD എന്ന് നമുക്ക് പേര് കൊടുക്കാം. അപ്പം ഈ ആംഗിൾ 30 ആണ്, ഇത് 90, ഇത് 90,
ഇത് 30, ഇത് 4, ഇത് 4. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ലൈൻ എ ബിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യും. അതായത് ഈ ഫിഗർ നോക്കണ്ട, ഈ ഫിഗർ റഫ് ഫിഗർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അത് ഈക്വലായിട്ടാണ് എ ബിനെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് എ ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ എ ഡി പ്ലസ് ഡി ബി എന്നൊക്കെ പറഞ്ഞിട്ട് എ ബി കണ്ടുപിടിച്ചിരുന്നു മൊത്തം. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ്, അതായത് ഡി ബി അല്ലെങ്കിൽ എ ഡി കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്താലും ഫുൾ ലെങ്ത്ത് നമുക്ക് കിട്ടും. അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒന്നുകിൽ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി കണ്ടുപിടിക്കാൻ എ ഡിയും കണ്ടുപിടിക്കുക, ഡി ബിയും കണ്ടുപിടിക്കുക, അതിനെ പ്ലസ് ചെയ്യുക. ഇതിന് ആദ്യത്തെ വഴി. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി അല്ലെങ്കിൽ ഡി ബി കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന് പറഞ്ഞ് ഫുൾ ലെങ്ത്ത് കിട്ടും. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇതിലെ ആംഗിൾ കണ്ടുപിടിക്കുക. 2 ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്, 30, 90. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 30 + 90 120. 180 നിന്ന് 120 മൈനസ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ കിട്ടും, 60 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ കിട്ടി 30, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇനി ഇതിൻ്റെ റേഷ്യോ നമ്മൾ എഴുതി വയ്ക്കുക. 1:√3:2. അപ്പോൾ 90 ഡിഗ്രി വരുന്ന ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ സി ആണ്. അതേപോലെ തന്നെ 60യുടെ നേരെ ഓപ്പോസിറ്റ് എ ഡി ആണ്. 30യുടെ നേരെ ഓപ്പോസിറ്റ് സി ഡി ആണ്. അപ്പോൾ എ സിയുടെ ആംഗിൾ, എ സി എന്ന് പറഞ്ഞ മെഷർമെൻറ്റ് നമുക്കറിയാം 4. അപ്പോൾ സി ഡി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? 4നെ ÷ 2 ചെയ്യും. സി ഡി ആണ് തന്നേക്കണമെങ്കിൽ എ സി കിട്ടാൻ ഇൻറ്റു 2 ചെയ്യും. അതായത് ഈ റേഷ്യോ തമ്മിലുള്ള വ്യത്യാസത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ സി ഡി എങ്ങനെ കണ്ടുപിടിക്കും? 4/2, 2 കിട്ടി. അപ്പോൾ 2 സെൻറ്റിമീറ്ററാണ് സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ എ ഡി ആണ് എന്താ ചെയ്യുക? അതിൻ്റെ √3 ഭാഗമല്ലേ. അപ്പോൾ 2√3 ആണ് എ ഡി എന്ന് പറയുന്നത്. എ സി എന്ന് പറയുന്നത് 4 തന്നെ. അപ്പോൾ 3 നമുക്ക് കിട്ടി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ഈ 2 ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് എ ഡി പ്ലസ് ഡി ബി ചെയ്താൽ മതി. അല്ല, സൈഡ്സ് കണ്ടുപിടിച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിൾ, സൈഡ്സ്, റേഷ്യോ കണ്ടുപിടിച്ചിട്ട് എ ഡി പ്ലസ് ഡി ബി ചെയ്യണം. അല്ലെങ്കിൽ എ ഡി ഇൻറ്റു 2 അഥവാ ഡി ബി ഇൻറ്റു 2 ചെയ്താലും മൊത്തം ലെങ്ത്ത് എ ബി നമുക്ക് കിട്ടും. അപ്പം നമുക്കിവിടെ എ ഡി എന്ന് പറയുന്നത് 2√3 ആണ് കിട്ടി. 2√3 ഇൻറ്റു 2. അപ്പോൾ ഫുൾ ലെങ്ത്ത് കിട്ടിയില്ലേ? അപ്പോൾ 4√3 എന്ന് ആൻസർ വരും. അപ്പോൾ എ ബി എന്താണ്? 4√3. എ ബി കാണാൻ എ ഡി ഇൻറ്റു 2 അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഡി ബി ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കണ്ടുപിടിക്കുക, അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുക, അതിൻ്റെ റേഷ്യോ ഏതാ, അതിൻ്റെ സൈഡ് ഏതാ, എന്നിട്ട് സൈഡ് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ എ ഡി ആണെങ്കിൽ എ ഡി ഇൻറ്റു 2 ചെയ്യുക. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഡി ബി ഇൻറ്റു 2 ചെയ്യുക. എ ബിയുടെ ഫുൾ ലെങ്ത്ത് കിട്ടും, 4√3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.